കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഈ നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഒരുക്കിയ എല്ലാ നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതേ, ആരാണ് ഭാഗ്യമുള്ളവർ? ഈ ലോകത്തിൽ അനേകം ഭാഗ്യവാന്മാരെ കാണാൻ കഴിയും. മാനുഷിക നിലയിൽ ഭാഗ്യവാന്മാരെന്ന് പറയുന്നത് പ്രൗഢിയുള്ള, പണമുള്ള, വിദ്യാസമ്പന്നരായ വ്യക്തികളെയാണ് ലോകത്ത് ഭാഗ്യവാന്മാർ, ഭാഗ്യവതികൾ എന്ന് പറയുന്നത്. ദൈവത്തിന് ഇഷ്ടം. എന്നാൽ വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. 144 സങ്കീർത്തനം 15 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഈ സ്ഥിതിയിലിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്. രണ്ടാമത്തെ പദം, യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്. പ്രൈസ് ദി ലോർഡ്. അപ്പം സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുകയാണ്, ഈ സ്ഥിതിയിലിരിക്കുന്ന ജനം ആരാണ്? ഭാഗ്യമുള്ളതാണ്. ഈ സ്ഥിതിയിലിരിക്കുന്ന ജനം ആരാണ് എന്ന് മുൻ വാക്യങ്ങളിൽ ദാവീദ് ഓർമ്മിപ്പിച്ചുണർത്തുകയാണ്. അതിൻ്റെ 1 വാക്യത്തിൽ, എൻ്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ. 2 പദം, അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. താഴോട്ടുള്ള വാക്യങ്ങളിൽ ദാവീദ് വിവരിച്ച് വർണ്ണിക്കുകയാണ്. അതേ, ഈ സ്ഥിതിയിലിരിക്കുന്ന ജനം ആരാണ്? ഭാഗ്യവാന്മാരാണ്. പ്രൗഢിയുള്ളത്, പണപ്പെരുപ്പമുള്ളത്, വിദ്യാസമ്പന്നരായ, ആൾബലമുള്ള വ്യക്തികൾ ഭാഗ്യവാന്മാരാണെന്ന് പറയുന്ന അതേ വാക്കിൽ തന്നെ ദാവീദ് പറയുകയാണ്, ഞാനൊരു രാജാവാണ്, ദൈവമാണ് എന്നെ രാജാവാക്കിയത്. പക്ഷേ എന്നെ രാജാവാക്കിയ ദൈവം എനിക്ക് പാറയാകുന്ന ദൈവമാണ്, ഉറപ്പുള്ളവനാണ്, എന്നെ ഉറപ്പോടെ നിർത്തുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. എന്നെ തോൽപ്പിക്കാതെ, എന്നെ തോൽപ്പിക്കുവാൻ അടുത്തു വരുന്ന ആമേൻ സ്തോത്രം രാജാക്കന്മാരെ അവരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുവാനല്ല, മറിച്ച് അവരുടെ മുമ്പിൽ യുദ്ധത്തിൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നവനാണ് എൻ്റെ ദൈവം. പാറയാകുന്ന യഹോവ ദാവീദിൻ്റെ കൂടെ ഇരുന്ന്, ഉറപ്പോടും ധൈര്യത്തോടും കൂടെ ഇരുന്ന് അതിനെ ബലപ്പെടുത്തുന്നവനാണ്. ദാവീദ് പറയാ, അങ്ങനെയുള്ളൊരു മനുഷ്യൻ, യഹോവ ദൈവമായിരിക്കുന്നവൻ ഭാഗ്യമുള്ളവനാണ്. അത് തന്നെയാണ് മോശയോട് ദൈവം ഒരിക്കൽ പറഞ്ഞത്, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജനമെന്ന് പറയത്തക്ക നിലയിൽ ഇസ്രായേല് മാറുകയാണ്. എൻ്റെ ദാസനായ മോശ, എൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ്, എനിക്ക് പ്രിയനായ ദാനിയേൽ, എൻ്റെ സ്നേഹിതനായ അബ്രഹാം എന്നിത്യാദിയ വ്യക്തികളെക്കുറിച്ച് ഒട്ടനവധി ഭാഗങ്ങൾ പഠിക്കാൻ കഴിയും. പ്രിയരെ, യഹോവ ദൈവമായിരിക്കുന്ന ജനമാണ് ഭാഗ്യമുള്ളത്. ഏതു പ്രതിസന്ധികൾക്കകത്തും, ഏതു പ്രതികൂലങ്ങൾക്കകത്തും, ഏതു വേദനകൾക്കകത്തും എനിക്കൊരു ദൈവമുണ്ടെന്ന് ഉറപ്പോടെ പറയാൻ പറ്റുന്ന ഒരു ഭക്തനായ, ഒരു ക്രിസ്തീയ ഭക്തനായ മനുഷ്യനാണ് ഭാഗ്യവാൻ എന്ന വ്യക്തി എന്ന് തിരുവചനം പറയുന്നു. അതിന് തൊട്ടു മുമ്പിലത്തെ 1-2 പദങ്ങൾ വായിച്ച് ഞാൻ ഈ ഭാഗം മുൻപോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. 10 വാക്യത്തിൽ പറയാം, നീ രാജാക്കന്മാർക്ക് ജയം നൽകുകയും നിന്റെ ദാസനായ ദാവീദിനെ ദോഷകരമായ വാളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നുവല്ലോ. അപ്പം ദോഷകരമായ വാളിൽ നിന്ന് രക്ഷിക്കുന്നു തൻ്റെ ദാസനെ. അപ്പം ദോഷങ്ങളില്ലെന്നല്ല, പ്രാർത്ഥിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പ്രതിസന്ധികളുണ്ട്, കഷ്ടതകളുണ്ട്, കഷ്ടതയുടെ കയ്പുനീരുണ്ട്, വേദന നിറഞ്ഞ അനുഭവങ്ങളുണ്ട്. പക്ഷെങ്കിൽ ദോഷകരമായ അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട്. പക്ഷെ അവിടെ വാക്യം പറയുന്നു, ദോഷകരമായ വാളിൽ നിന്ന് യഹോവ തൻ്റെ ദാസനെ വിടുവിക്കുന്നു. അതേ പ്രിയരെ, ഈ സന്ദേശം പറയുമ്പോൾ നമ്മുടെ ഭാഗ്യാവസ്ഥ രോഗങ്ങളില്ലാഞ്ഞിട്ടല്ല കർത്താവിനെ സ്തുതിക്കുന്നത്, പ്രതിസന്ധികളില്ലാഞ്ഞിട്ടല്ല കർത്താവിനെ ആരാധിക്കുന്നത്. പ്രതിസന്ധികളുടെ മൂർധന്യാവസ്ഥയിലും പ്രതികൂലങ്ങളുടെ മൂർധന്യാവസ്ഥയിലും
കർത്താവിനെ സ്തോത്രം മാറ്റി നിർത്താതെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാനുള്ള നമ്മുടെ മനോഭാവത്തെ കണ്ടിട്ട് പരിശുദ്ധാത്മാവ് ഈ സമയത്ത് കൈമാറുന്നു. അതെ, താങ്കളാണ് ഭാഗ്യവാൻ, താങ്കളാണ് ഭാഗ്യകരമായ അവസ്ഥയിലൂടെ പോകുന്നത്. ഈ ലോകത്തിലെ പ്രൗഢിയോ, ഈ ലോകത്തിലെ ആൾബലങ്ങളോ, ഈ ലോകത്തിലെ ധനമോ മാനമോ സമ്പത്തോ അല്ല നമ്മെ ഭാഗ്യവാന്മാരാക്കി മാറ്റുന്നത്. മറിച്ച് നമ്മുടെ ഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത് സ്തോത്രം യഹോവ ദൈവമായിരിക്കുന്ന ജനമാണ് ഭാഗ്യമുള്ളത്. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെടുവാൻ, കർത്താവിനെ അപ്പ എന്ന് വിളിക്കുവാൻ, കർത്താവിൻ്റെ പാദാന്തികേരുന്ന് ആരാധിക്കുവാൻ, ഒരു മധ്യസ്ഥനുമില്ലാതെ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് നമ്മുടെ അപേക്ഷകളെ ദൈവസന്നിധിയിൽ ഇറക്കി വെക്കുവാൻ, നമ്മുടെ സ്തോത്രം പ്രാർത്ഥനകളെ ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ കിട്ടിയൊരു സാവകാശം, സൗഭാഗ്യമാണ് ഭാഗ്യകരമായ അവസ്ഥ എന്ന് പറയുന്നത്. അതേ പ്രിയരെ, ഇന്ന് ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റു പലർക്കും ലഭിക്കാത്ത ഭാഗ്യകരമായ ഒരവസ്ഥ, മറ്റു പലർക്കും നൽകിക്കൊടുക്കാത്ത അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ സ്തോത്രം നൽകിത്തന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. അതാണ് വലിയ ഭാഗ്യകരമായ അവസ്ഥ. ദോഷകരമായ വാളിൽ നിന്ന് രക്ഷിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. അടുത്തത് പറയുകയാണ്, അന്യജാതിക്കാരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ച് രക്ഷിക്കണമേ. അവരുടെ വായ് ഫോഷ്ക്ക് സംസാരിക്കുന്നു, അവരുടെ വലങ്കൈ വ്യാജമുള്ള വലങ്കൈയാകുന്നു. സ്തോത്രം എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികൾ ഏറി വരുമ്പോൾ, പ്രതികൂലങ്ങൾ ഏറി വരുമ്പോൾ യഹോവ ദൈവമായിരിക്കുന്നവനെ പോറ്റി പുലർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഇസ്രായേൽ മക്കളെ 40 വർഷം മരുഭൂമിയിൽ പെറുവിറുത്തിട്ടും അകന്നുമാറിയിട്ടും പലപ്പോഴും കാളക്കുട്ടിയുടെ മുമ്പിൽ ആരാധിക്കാൻ പോയിട്ടും ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ടും പിറുപിറുത്തിട്ടും അവരെ ചെരുപ്പ് തയ്യാതെ, വസ്ത്രം പഴകാതെ, മഞ്ഞ പൊഴിച്ചു കൊടുത്ത്, കാടപ്പക്ഷിയെ കൊടുത്ത് അവരെ പോറ്റി പുലർത്തിയ സർവശക്തനായൊരു ദൈവമുണ്ടായിരുന്നു. ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ നോക്കി ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാൻ ആഗ്രഹിക്കുന്നു. വചനം ദാവീദ് പറയുന്നു, ഈ സ്ഥിതിയിലിരിക്കുന്ന ജനം ഭാഗ്യവാൻ. ഏത് സ്ഥിതിയിൽ? മരണകരമായ അവസ്ഥകളിൽ നിന്ന്, ദോഷകരമായ വാളിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന, വ്യാജമുള്ള ആദരങ്ങളിൽ നിന്ന് നമ്മെ സ്തോത്രം വിടുവിച്ച് മാറ്റി നിർത്തുന്ന, നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ദൈവത്തിൻ്റെ അതുല്യമായ സ്നേഹം സ്തോത്രം ലഭിച്ച ജനം ഭാഗ്യമുള്ളത്. ഈ സ്ഥിതിയിലിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്. ആരാണ് ഈ സ്ഥിതിയിലിരിക്കുന്ന ജനം? യഹോവ പാറയായിരിക്കുന്ന ജനം. ഉറപ്പുള്ളൊരു ദൈവമുണ്ടെന്ന് പറയുന്നു. ദൈവത്തിന് ഇഷ്ടം. അടുത്ത പദം പറയുന്നു, യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്. എൻ്റെ ജനമെന്ന് പറയാൻ, എൻ്റെ പ്രിയനായ ദാസൻ എന്ന് പറയാൻ, എൻ്റെ ഹൃദയപ്രകാരമുള്ളവരെന്ന് കേൾക്കാൻ ഈ ദിവസങ്ങളിൽ കാതോർപ്പിച്ച് സമർപ്പണത്തോടെ ദൈവാശ്രയത്തോടെ നമുക്ക് കർത്തൃസന്നിധി ചെല്ലാം. ഈ സ്ഥിതിയിലിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്. ആ ഭാഗ്യകരമായ അവസ്ഥയിൽ തുടർന്ന് മുൻപോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.